ജയ്ക്കൊരു മുഴുനീള രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. അങ്ങോട്ട് പറയുന്നു അദ്ദേഹം കേൾക്കുന്ന പോലുമില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു എഴുതി തയ്യാറാക്കിയിട്ടുള്ള പ്രസംഗം വായിക്കുകയായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും ഒരു വളരെ എന്താ പറയുക ഒരു പൊതുവേദിയിലൊക്കെ സംസാരിക്കുന്ന മട്ടിലായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അതുകൊണ്ട് തന്നെ അസാധ്യവുമാണ്. കാരണം അത്രയേറെ ദീർഘമായിരുന്നു ആ പ്രഭാഷണം. പക്ഷെ അദ്ദേഹം തുടർച്ചയായിട്ട് ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ ഷൂ നക്കി, നിങ്ങൾ ചെരുപ്പ് നക്കി, നിങ്ങളുടെ എന്താണ് മൂത്താപ്പന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാർ നക്കിയാണ്. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയത് ആരാണെന്നും അവരുടെ അനുഭവം മേടിച്ചിട്ട് നിരോധനം നീക്കിയത് ആരാണെന്നും അവർക്ക് വേണ്ടി നൃത്യങ്ങൾ അവതരിപ്പിച്ചത് ആരാണെന്നും അവർക്ക് സ്ഥിരമായിട്ട് കത്തുകളും കുറിമാനങ്ങളും അയച്ചത് ആരാണെന്നൊക്കെ ഇപ്പോൾ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. 1934 ഏർപ്പെടുത്തിയിരുന്ന നിരോധനം 1942 പെട്ടെന്ന് പിൻവലിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നതും അതിൻ്റെ നന്ദി സൂചകമായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തന്നെ ഒറ്റുകൊടുക്കുന്നതും അതിൻ്റെ പേരിൽ ഗാന്ധി തന്നെ നേരിട്ട് വിമർശിക്കുന്നതും ടോട്ടൽ ഹാമിനും അതുപോലെ തന്നെയുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഈ പറയുന്ന PC ജോഷി എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി കത്തുകൾ അയച്ചതും നിങ്ങൾ ഞങ്ങളുടെ പേരിലുള്ള നിരോധനം നീക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പട്ടാള ക്യാമ്പിലുള്ള ആളുകളുടെ വിനോദത്തിന് വേണ്ടി ഞങ്ങളുടെ കേഡർമാർ നൃത്യങ്ങൾ അവതരിപ്പിച്ചോളാം എന്ന് വാഗ്ദാനം കൊടുത്തതും ഇതൊക്കെ ചെയ്തതാരാണ്? ഇവരുടെ അടുത്ത് ഫണ്ട് മേടിച്ച് പീപ്പിൾസ് റിപ്പബ്ലിക്കും ദേശാഭിമാനി അച്ചടിച്ചതും ഒക്കെ ആരാണെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാം. അപ്പോൾ സ്വന്തം പാരമ്പര്യത്തിൽ സ്വന്തം ചരിത്രത്തിലുള്ള ഈ ബ്രിട്ടീഷ് വിധേയത്വത്തിൻ്റെ നാണം കെട്ട ചരിത്രം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഭയപ്പെട്ടുകൊണ്ട് അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നിങ്ങളുടെ ഈ പരിശ്രമത്തെ ആളുകൾ പുച്ഛത്തോടു കൂടി തള്ളിക്കളയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ചരിത്രമൊക്കെ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ഫെസ്റ്റിവലിൽ വെച്ച് പറഞ്ഞു. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെയായിട്ട് നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. അതിന് തയ്യാറാവണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഹൈദരാബാദിലെ റാലിയിൽ പ്രസംഗിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ഫാക്ച്വൽ എററാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് യുവരാജ് ഷെഹസാദ പറഞ്ഞു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഹൈദരാബാദിലെ റാലിയിൽ നടത്തിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. എന്നാൽ ഞാൻ പറയുന്നത് ഇത് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മാത്രം ഉന്നയിക്കുന്ന വിമർശനമല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിൽ മോണിക്ക ഹെലൻ എഴുതിയിരുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് വിശദീകരിക്കുന്ന ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിൽ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വെൽത്ത് ആണോ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതോ നിങ്ങൾ അസറ്റ്സ് ആണോ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഈ പറയുന്ന മൊത്തം അസറ്റ്സിൻ്റെയോ വെൽത്തിൻ്റെയോ കണക്ക് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? ഇനി അഥവാ വെൽത്ത് നിങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ മൈനോറിറ്റി സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ എക്സെപ്ഷൻ കൊടുക്കുമോ? കാരണം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമായിട്ടുള്ള സ്വത്തുവകകൾ കൈവശം വയ്ക്കുന്നുണ്ട്. ആ പറയുന്ന സ്വത്തുവകകളൊക്കെ സംരക്ഷിക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ മറ്റൊരു ഭാഗത്ത് പറയുന്ന നിങ്ങൾ ഈ പറയുന്ന സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഇത് വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മൈനോറിറ്റി സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ഇളവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം, ഈ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുമെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പറയുന്ന പെർ ക്യാപിറ്റ ഇൻകം പ്രകാരം 1.69 ലാക്ക് ആണല്ലോ, 1,69,000 രൂപയാണല്ലോ ഈ പറയുന്ന ആവറേജ് ഇൻകം എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ പണമുള്ള എല്ലാ ആളുകളുടെയും പണം നിങ്ങൾ പിടിച്ചെടുത്തിട്ട് ഇതിന് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അഥവാ ഈ പറയുന്ന ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളെ മാത്രമാണോ നിങ്ങൾ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഇങ്ങനെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ സാമ്പത്തിക വിദഗ്ധന്മാർ വരെ ഉന്നയിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മുന്നേ ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ശംഖു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. കോൺഗ്രസ് കാ മാനിഫെസ്റ്റോ കെ രഹാ ഹേ कि वो मादोम और बहनों के सोने के हिसाब करेंगे എന്നാണ് പ്രധാനമന്ത്രി അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ ശ്രീമാൻ അഭിലാഷ് അദ്ദേഹത്തിന്റെ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രധാനമന്ത്രിയുടെ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതായത് ഈ പറയുന്ന അർബൻ നക്സലുകൾ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഇവിടെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ അൾട്രാ ലെഫ്റ്റിസ്റ്റ് സോഷ്യലിസ്റ്റ് അജണ്ടയാണ്. മുന്നേ കോൺഗ്രസിനെ ഒരു ബാക്ക് സീറ്റിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഫ്രണ്ട് സീറ്റിൽ കയറി ഇരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ സൂത്രം പൊട്ടിക്കുന്നതാണ് പറഞ്ഞത്. ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ നിങ്ങളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മംഗല്യ സൂത്രം പൊട്ടിക്കാൻ പോവാണ്, താലി പൊട്ടിക്കാൻ പോവാണെന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയാണോ അതിനെ ന്യായീകരിക്കേണ്ടത്.